കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നയിച്ച ജാഥയുടെ സമാപന സമ്മേളനത്തിൽ നടത്തിയ വിദ്വേഷ പരാമർശം അത് കേരളം തള്ളിക്കളയണമെന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ആ ജാഥ നടത്തുന്നതിന് മുമ്പായി ബഹുമാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ ഒരു ജാഥ നയിക്കുകയുണ്ടായി. ആ ജാഥ ആലപ്പുഴയിൽ അതിൻ്റെ സമാപന റാലി ഉദ്ഘാടനം ചെയ്ത ഞാനാണ്. ഈ രണ്ട് ആധ്യാത്മിക നേതാക്കന്മാരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ജാഥ നയിക്കുമ്പോൾ ജാഥയിൽ ഉടനീളം ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു വേദിയിലും ആരും നടത്താത്ത അങ്ങേയറ്റം മതസ്പർദ്ധ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് നടത്തിയത്. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പരാമർശിക്കുന്ന വാക്കുകൾ? മതേതരത്വം പറയുന്നു. ആ പറയുന്നവർ പിന്നീട് മതവിദ്വേഷം ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നു. അത്തരം ആളുകൾക്ക് പാരിതോഷികം നൽകുന്നു, ആദരിക്കുന്നു. അതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരെയാണ് ആദരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിച്ച ആള് NSS ജനറൽ സെക്രട്ടറി ആണോ? എനിക്ക് സംശയമുണ്ട്. അത് വിശദീകരിക്കേണ്ട അദ്ദേഹമാണ്. എന്തായാലും ഈ രണ്ട് പരാമർശങ്ങൾ, രണ്ടാമത്തെ നടത്തിയ പരാമർശം എനിക്ക് മനസ്സിലായി, അത് കാറിക്കയറ്റിയ കാര്യമാണ്. അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ പറ്റി. അപ്പോൾ ഷാള് പുതപ്പിച്ചത് ആരാണെന്നുള്ളത്, ആരെയാണെന്നുള്ളത് മനസ്സിലായില്ല. എന്തായാലും ഈ രണ്ടും ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പറ്റിയാണ് പറഞ്ഞത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനായ NSS ജനറൽ സെക്രട്ടറിയെ കാണാൻ പെരുന്നയിൽ ആശുപത്രിയിൽ പോയി സന്ദർശിച്ചു എന്ന വസ്തുതയാണ്. അതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ഗുണം. ഇപ്പോൾ MK മുനീർ പറഞ്ഞതുപോലെ, ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ പറഞ്ഞതുപോലെ, ഇത്തരം പ്രയാസഘട്ടങ്ങളിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി NSS ജനറൽ സെക്രട്ടറി ആരോഗ്യപരമായ പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹത്തെ കാണാൻ പെരുന്നയിൽ പോയത് വസ്തുതയാണ്. അതെന്താണ്, ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ ഷാള് പുതപ്പിച്ച കാര്യം പറഞ്ഞതെന്നാണ് എനിക്ക് സംശയം. രണ്ടാമത് പറഞ്ഞത് ബഹുമാനായ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പറ്റിയാണ്. ഇത്രയും പ്രായമായൊരു മനുഷ്യൻ, ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ആ സ്ഥലത്തുണ്ട്. ബഹുമാനായ മുഖ്യമന്ത്രി തലേദിവസം തന്നെ പമ്പ ഗസ്റ്റ് ഹൗസിൽ എത്തി. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഒരുങ്ങി തയ്യാറായി ഈ സമ്മേളന വേദിയിലേക്ക് പോകുമ്പോൾ ബഹുമാനപ്പെട്ട SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി സാർ അവിടെ എത്തി. ഞാനാണ് മുഖ്യമന്ത്രിയുടെ മുറിയിൽ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തത്. ഈ മുറിയിൽ മുഖ്യമന്ത്രി ഉണ്ട്, ഇപ്പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി സാർ അപ്പുറത്ത് വെയിറ്റ് ചെയ്തു. അവിടെ നിന്നൊരു 150 മീറ്റർ ദൂരമുള്ളെങ്കിലും നല്ല കുത്തനെ കയറ്റമാണ്. ആ കുത്തനെ കയറ്റത്തിൽ ഞങ്ങളെല്ലാവരും നടന്നു. ഇത്രയും പ്രായമായ മനുഷ്യൻ ആ വണ്ടി വന്ന് കയറി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇറക്കി വിടണം. എന്ത് തെറ്റാണ് അതിനകത്തുള്ളത്? അതേ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി കേരളത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനം. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഇന്ന് കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാകാത്തതിൻ്റെ കാരണം ശ്രീനാരായണ ഉയർത്തിക്കൊണ്ടുവന്ന ആശയങ്ങളല്ലേ, അല്ല അയ്യങ്കാളി ഉയർത്തിക്കൊണ്ടുവന്ന ആശയങ്ങളല്ലേ? ജാതിയും മതത്തിനും അപ്പുറം മാനുഷിക പരിഗണനയും മനുഷ്യസ്നേഹവും ഈ നാട്ടിൽ ഉയർത്തണമെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ പാരമ്പര്യമുള്ള SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി, വ്യക്തിപരമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാറിൽ 100 മീറ്ററോളം കയറ്റം കയറിപ്പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കയറിപ്പോയതിൻ്റെ തെറ്റെന്താണ്? അതൊരിക്കൽ ഉന്നയിച്ചാൽ അത് മനസ്സിലായി. പക്ഷെ അടിക്കടി ഉന്നയിക്കുന്നു. ഇവിടെ പ്രശ്നം എന്താ? അത് ഉന്നയിച്ച വേദി ഒരു മതവിഭാഗത്തിൻ്റെ 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിലാണെന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യം ഞാൻ കാണുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം മതസൗഹാർദ്ദത്തെ തകർത്ത് എങ്ങനെയും 10 വോട്ട് കിട്ടണം. ആ വേദിയിൽ കയ്യടി കിട്ടാൻ വേണ്ടി പിണറായി വിജയൻ്റെ കാറിൽ 2 സമുദായ നേതാക്കന്മാർ, ഒരാൾ കയറി, ഒരാളെ ഷാളിട്ടു എന്ന് പറഞ്ഞാൽ
വിദ്വേഷം കുത്തി നിറച്ചാൽ ആ ജനവിഭാഗത്തിൻ്റെ കയ്യടി തങ്ങൾ കിട്ടുമെന്നുള്ള ഏറ്റവും മ്ലേച്ഛമായ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേവലം 10 വോട്ടിന് വേണ്ടി കാണിച്ച ഏറ്റവും തരംതാണ ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവ് നടത്തിയ ശ്രമം അപലപനീയമാണ്. ആ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കണം. ആ പ്രസ്താവന പിൻവലിച്ച് കേരളത്തിലെ മതേതരവാദികളായ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുക.